ഫീമെയിൽ സ്റ്റെറിലൈസേഷൻ അഥവാ പ്രസവ നിർത്തൽ എന്നത് ഒരു പെർമനൻ്റ് ആയിട്ടുള്ള മെത്തേഡാണ്. അത് കഴിഞ്ഞാൽ പിന്നെ പ്രഗ്നൻസിക്കുള്ള ചാൻസ് വളരെ കുറവാണ്. എപ്പോഴാണ് പ്രസവം നിർത്താൻ അനുയോജ്യമായിട്ടുള്ള സമയം? 2 രീതിയിലാണ് നമുക്ക് പ്രസവം നിർത്താൻ പറ്റുന്നത്. ഒന്ന്, പോസ്റ്റ്മോർട്ടം സ്റ്റെറിലൈസേഷൻ, അതായത് പ്രസവത്തോടനുബന്ധിച്ച് നോർമൽ ഡെലിവറി ആണെങ്കിൽ ഒരു 48 മണിക്കൂറിന് ശേഷം 7 ദിവസത്തിനുള്ളിൽ നമുക്ക് ചെയ്യും. സിസേറിയൻ ആണെങ്കിൽ ആ കൂട്ടത്തിൽ തന്നെ നമുക്ക് നിർത്താം. അതാണ് പോസ്റ്റ്മോർട്ടം സ്റ്റെറിലൈസേഷൻ. പിന്നീടുള്ളത് ഇൻ്റർവെൽ സ്റ്റെറിലൈസേഷൻ, അതായത് ഡെലിവറി കഴിഞ്ഞ് 6 ആഴ്ചയ്ക്ക് ശേഷം എപ്പോൾ നിർത്തിയാലും അതിനെ നമ്മൾ ഇൻ്റർവെൽ സ്റ്റെറിലൈസേഷൻ എന്നാണ് പറയുന്നത്. ഇനി ഏതൊക്കെ മെത്തേഡ്സിൽ നമുക്ക് പ്രസവം നിർത്താൻ പറ്റും? മിനി ലാപ്രോട്ടമി അല്ലെങ്കിൽ ലാപ്രോസ്കോപ്പി ഓർ കീ ഹോൾ സർജറി. മിനി ലാപ്രോട്ടമി എന്ന് പറയുമ്പോൾ ഒരു 2 സെൻറ്റിമീറ്റർ ഓർ അതിൽ കുറവുള്ള ഒരു ചെറിയ ഇൻസിഷൻ ഇട്ടിട്ട് നമ്മൾ ട്യൂബ് പുറത്തെടുത്ത് നമ്മൾ ട്യൂബിനെ കെട്ടുകയോ കരിക്കുകയോ അല്ലെങ്കിൽ കട്ട് ചെയ്ത് കളയോ ഒക്കെ ചെയ്യുന്ന ഒരു പരിപാടിയാണ്. എന്നിട്ട് നമ്മൾ ഉള്ളിലേക്ക് തിരിച്ചിടുന്നു, ഇൻസിഷൻ ക്ലോസ് ചെയ്യുന്നു. ഒരു 2 സെൻറ്റിമീറ്റർ ഒക്കെ ആയിരിക്കും മാക്സിമം അതിൻ്റെ ലെങ്ത് വരുന്നത്. സ്പൈനൽ അനസ്തീഷ്യ തന്നിട്ടാണ് നമ്മൾ മോസ്റ്റ്ലി ഇത് ചെയ്യുന്നത്. പിന്നീടുള്ള ഓപ്ഷനാണ് കീ ഹോൾ സർജറി അഥവാ ലാപ്രോസ്കോപ്പിക് സർജറി. അത് ജനറൽ അനസ്തീഷ്യ തന്നിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നത്. അതിൽ നമ്മൾ 2 പോർട്ടാണ്, അതായത് ഒരു 5 മില്ലിമീറ്റർ ആണ്, സെൻറ്റിമീറ്റർ അല്ല, 5 മില്ലിമീറ്റർ, പിന്നെ ഒരു 7 മില്ലിമീറ്ററിൻ്റെയും പോർട്ട്, അതായത് അത്രയും ചെറിയ ഇൻസിഷനാണ് നമ്മൾ ലാപ്രോസ്കോപ്പി യൂസ് ചെയ്യുന്നത്. അതിലൂടെ ഒരെണ്ണത്തിൽ ക്യാമറയും ഇടും, മറ്റതിൽ നമ്മൾ ഇൻസ്ട്രുമെൻറ്റ് ഇട്ടിട്ട് നമ്മളൊരു ഫെലോപ്പ് റിങ് എന്നുള്ളൊരു ചെറിയൊരു റിങ് ഉണ്ട്, അത് ഉപയോഗിച്ച് നമ്മൾ ട്യൂബ് ഒക്ലൂഡ് ചെയ്യും. അതെല്ലാം എന്നുണ്ടെങ്കിൽ നമുക്ക് കരിച്ച് കളയാം, കട്ട് ചെയ്യാം, കെട്ടാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. യൂഷ്വലി നമ്മൾ ചെയ്യുന്നത് ഫെലോപ്പ് റിങ് ഉപയോഗിച്ചിട്ട് ട്യൂബിനെ ഒക്ലൂഡ് ചെയ്യും. ഇതിന് മേളിലേക്കുള്ള ഭാഗം പിന്നീട് പൊഴിഞ്ഞു പോവുകയും നെക്രോസ്ഡ് ആയിട്ട് അങ്ങ് പൊഴിഞ്ഞു പോവുകയും ചെയ്യും. പിന്നീട് പ്രഗ്നൻസിക്കുള്ള ചാൻസ് ഉണ്ടാവുന്നില്ല, കാരണം ഈ ഓവം ഇപ്പുറത്തേക്ക് എത്തുന്നില്ല. ഇനി ഇത് കഴിഞ്ഞിട്ട് എത്ര നാൾ റെസ്റ്റ് വേണം? യൂഷ്വലി വലിയ റെസ്റ്റിൻ്റെ ആവശ്യമൊന്നുമില്ല. ഒരു 2-3 ദിവസം റെസ്റ്റ് എടുക്കുക സാധാ പോലെ. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യാവുന്നതാണ്. ഒരു 2 വീക്സ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൂർണ്ണമായി നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാവുന്നതാണ്. ഇനി ഇത് ചെയ്ത് കഴിഞ്ഞാൽ വണ്ണം വയ്ക്കുമോ, നടുവേദന വരുമോ? ഇതൊക്കെ എല്ലാവർക്കും ഉള്ളൊരു കോമൺ ആയിട്ടുള്ള ഡൗട്ടുമാണ്. ഇത് ചെയ്യുന്നത് കൊണ്ട് ഒരു രീതിയിലുള്ള ഇങ്ങനത്തെ പ്രശ്നങ്ങളും ഉണ്ടാവുന്നില്ല. നിങ്ങളൊരു 2-3 കുട്ടികളാകുമ്പോഴാണല്ലോ യൂഷ്വലി സ്റ്റെറിലൈസ് ചെയ്യുന്നത്. അപ്പോൾ ഈ കുട്ടികളുടെ പുറകെയുള്ള ഓട്ടം, വീട്ടിലെ പണികൾ, പിന്നെ എക്സസൈസ് ഇല്ലായ്മ, പിന്നെ കാൽസ്യത്തിൻ്റെ കുറവ്, ഇതൊക്കെ കൊണ്ടാണ് നിങ്ങൾക്ക് നടുവേദന വരുന്നതും പിന്നെ അതുപോലെ ഭക്ഷണം അമിതമായി കഴിക്കുന്നതൊക്കെ കൊണ്ടാണ് വെയിറ്റ് കൂടുന്നത്. അല്ലാതെ സ്റ്റെറിലൈസേഷനുമായിട്ട് അതിന് യാതൊരു ബന്ധവുമില്ല. പിന്നെയുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇനി ഇത് നിർത്തി കഴിഞ്ഞിട്ട് പിന്നീടൊരു പ്രഗ്നൻസി വേണമെന്ന് തോന്നിയാൽ എന്ത് ചെയ്യും? നിങ്ങൾക്ക് റീകനലൈസേഷൻ ചെയ്യാം, ട്യൂബൽ റീകനലൈസേഷൻ ചെയ്യാം, അല്ലെങ്കിൽ IVF പോലുള്ള ഓപ്ഷൻസും അവൈലബിൾ ആണ്.